Dear friends, welcome to my YouTube channel. ഞാൻ ആൽഫിൻ സാലം. പ്രിയ കൂട്ടുകാരെ, കുട്ടിക്കഥകളും കുറുമ്പുകളും ഇഷ്ടമില്ലാത്തവർ ആരാണുള്ളത്? കഥയുടെ കൗതുക ലോകത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തുകയാണ് ഒന്നാം ക്ലാസ്സുകാരായ ഈ ഇരട്ട സഹോദരന്മാർ. നമുക്ക് അവരുടെ കഥയൊന്ന് കേട്ടു നോക്കിയാലോ? Let's enjoy the story of my beloved brothers, Advin Salu and Alvin Salu. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞങ്ങളുടെ കഥയുടെ പേര് ചതിയൻ ചങ്ങാതി. ഒരിടത്ത് ഒരു കുരങ്ങനും മുതലയും ഉണ്ടായിരുന്നു. മുതലയുടെ പേര് ചിണ്ടൻ, കുരങ്ങന്റെ പേര് മിട്ടു. രണ്ടുപേരും ഉച്ച ചങ്ങാതിമാരായിരുന്നു. നേരം വെളുത്താൽ രണ്ടുപേരും കടവത്ത് ഒത്തുകൂടും. നേരം പോക്കുകൾ പറയും. ഇടയ്ക്കിടെ മിട്ടുക്കുരങ്ങൻ ചിണ്ടൻ മുതലയുടെ പുറത്തു കയറി സവാരി നടത്തും. വിശക്കുമ്പോൾ മിട്ടുക്കുരങ്ങൻ തൊട്ടടുത്തുള്ള അത്തിമരത്തിൽ കയറി ധാരാളം അത്തിപ്പഴങ്ങൾ ചിണ്ടൻ മുതലയ്ക്ക് പറിച്ചു കൊടുക്കും. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ കഴിഞ്ഞു. ഒരു ദിവസം ചിണ്ടൻ മുതല വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര വയറുവേദന. എന്തൊക്കെ മരുന്ന് കൊടുത്തിട്ടും ഒരു കുറവും ഉണ്ടായില്ല. ചിണ്ടൻ മുതലയ്ക്ക് വലിയ സങ്കടമായി. അങ്ങനെ ഇരിക്കെ ചിണ്ടൻ മുതലയുടെ ഭാര്യ ഒരു സുകാര്യം പറഞ്ഞു. വയറുവേദന മാറാൻ ഒറ്റ മരുന്നേയുള്ളൂ. ഒരു കുരങ്ങന്റെ ഹൃദയം തിന്നണം. കൂട്ടുകാരന്റെ ഹൃദയം ഉത്തമമാണെന്നും അവൾ പറഞ്ഞു. അവസാനം കൂട്ടുകാരനെ കൊന്ന് ഹൃദയം കൈക്കലാക്കാൻ ചിണ്ടൻ മുതല തീരുമാനിച്ചു. ഒരു ദിവസം ചിണ്ടൻ മുതല സൂത്രത്തിൽ മിട്ടുക്കുരങ്ങനെ വിളിച്ചു. ചങ്ങാതി, നമുക്കൊരു യാത്ര പോകാം. നീ എന്റെ പുറത്തു കയറി ഇരുന്നോളൂ. മർത്തൊന്നും പറയാതെ പാവം മിട്ടുക്കുരങ്ങൻ ചിണ്ടൻ മുതലയുടെ പുറത്തു കയറി യാത്ര തുടർന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ മിട്ടുക്കുരങ്ങന് ഒരു സംശയം. ചങ്ങാതി, കുറെ നേരമല്ലോ യാത്ര തുടങ്ങിയിട്ട്. എങ്ങോട്ടാണ് യാത്ര? മണ്ടൻ മുതല വള്ളിപ്പുള്ളിടാതെ കാര്യം പറഞ്ഞു. മറുപടി കേട്ട് മിട്ടുക്കുരങ്ങൻ വല്ലാതെ പേടിച്ചു. എന്റെ ഹൃദയം ഒരു മരക്കൊമ്പിൽ കെട്ടിവച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അത് എടുത്തുകൊണ്ടു പോരാമായിരുന്നു. നീ തിരിച്ചു നീന്തു. കേട്ട പാതിയ കേൾക്കാത്ത പാതിയ ചിണ്ടൻ മുതല തിരിച്ചു നീന്തി. കരയിലെത്തുന്നതിന് മുമ്പേ മിട്ടുക്കുരങ്ങൻ എടുത്തു ചാടി മരക്കൊമ്പിലേക്ക് ഓടിക്കയറി. നേരം മറയായിട്ടും തിരിച്ചു വരാതെയായപ്പോൾ മുതല വിളിച്ചു ചോദിച്ചു, ചങ്ങാതി, നമുക്ക് എന്താണിത്ര താമസം? ചതിയാ, കൂട്ടുകാരനെ ഒറ്റിക്കൊടുക്കുന്നവൻ നല്ല സുഹൃത്തല്ല. നീ എന്റെ ചങ്ങാതിയല്ല. മുതല ഇളമ്പ്യനായി തിരിച്ചു മടങ്ങി. കൂട്ടുകാരെ, ഒരു കാര്യം ഓർക്കണം. തുല്യത ഉള്ളവരുമായ ചങ്ങാത്തം കൂടാവൂ
വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടനെ തുടർന്നുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതുവരെ ബൈ.